ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇപ്പം നമ്മുടെ ഒരു അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നമ്മൾ പോണത് ഒരു ഐലൻഡ് ആണ് കേട്ടോ. കുറേ അധികം സ്ഥലങ്ങൾ നമ്മൾ മുന്നേ നേച്ചർ അങ്ങനത്തെയൊക്കെ ആയിരുന്നു പ്രിഫർ ചെയ്തത്. നമ്മുടെ ഈ സമയത്ത് നമ്മൾ പോണത് ഐലൻഡാണ്. ഈ സമയത്ത് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ പിക്ക് ചെയ്യാനൊരു മിസ് വരുന്നുണ്ട്. അപ്പം നമുക്കത് കേട്ട് കാണാം ഗൈസ്. ഇതൊരു ബാഗ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അട്ടനോട് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് ഗൈസ്. ചേട്ടൻ ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു, കാരണം വെളുപ്പിന് 1 മണിയാണ് നമ്മൾ പോകാൻ പോകുന്നത് ടൈം. ഇവിടെ വേറൊരു പെട്ടി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്, എയർപോർട്ട് ഔട്ട്ഫിറ്റ്. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടാണ് വേറെ, കാരണം നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. വെളുപ്പം അങ്ങനെ നേരെ ഉറങ്ങാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അടിപൊളി ഒരു ടീഷർട്ടും വൈറ്റ് പാൻസും നമ്മുടെ ക്രോക്സ് പോലത്തെ ഒരു ഫുഡ് വെയർ ഉണ്ടാക്കണത്. പിന്നെ എന്താണ്, അപ്പൊ നമുക്ക് ഇത് നേരെ എയർപോർട്ടിൽ കാണാൻ. എയർപോർട്ട് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 4:45 ആയപ്പോഴേക്കും ഫ്ലൈറ്റ് കയറി. നേരെ വിൻഡോ സീറ്റിലേക്ക് ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിൽ കയറിയിട്ടാണ്. ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്ലൈ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ സീറ്റ് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. അങ്ങനെ സീറ്റിന് വേണ്ടി തല്ലുപിടിക്കാനൊന്നും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 7 മണി ആയപ്പോഴേക്കും നമ്മൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ നല്ല സുന്ദരികളായിട്ട് എയർ ഹോസ്റ്റസിനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഫ്ലൈറ്റിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പച്ച കളറിലുള്ള പല പല ദ്വീപുകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിമാനത്തിൽ നിന്നുള്ള കാഴ്ച ഭയങ്കര അടിപൊളിയായിരുന്നു. കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. പോർട്ട് ബ്ലെയറിലായിരുന്നു നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പോർട്ട് ബ്ലെയർ എയർപോർട്ട് BD സവാർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ പോർട്ട് ബ്ലെയർ ആൻഡമാൻ്റെ തലസ്ഥാനമാണ് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റേ ചെയ്തിരുന്നതും പോർട്ട് ബ്ലെയറിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ബാഗൊക്കെ എടുത്ത് നേരെ ഇറങ്ങുമ്പോഴേക്കും നമ്മളെ കൂട്ടിയിട്ട് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭയങ്കര സെക്യൂർഡായിട്ടായിരുന്നു അവിടെ അവർ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ കുളിച്ച് റെഡിയായി നേരെ പോയത് സോണൽ ആന്ത്രോപോളജിക്കൽ മ്യൂസിയത്തിലായിരുന്നു. അപ്പം അവിടെ സ്റ്റുഡൻസിന് 10 രൂപയും അഡൾട്ടിന് 20 രൂപയും പിന്നെ ഫോറിനേഴ്സിന് 150 രൂപയാണ് കേട്ടോ. അപ്പോൾ 2 മ്യൂസിയത്തിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ സോണൽ ആന്ത്രോപോളജിക്കൽ മ്യൂസിയം. ഈ സോണൽ ആന്ത്രോപോളജിക്കൽ മ്യൂസിയത്തിൽ നമുക്ക് എന്താണ് കാണാനുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ ആളുകളുടെ ജീവിത രീതി, അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫിഷിങ്, അതുപോലെ ഹിസ്റ്ററി, സംസ്കാരം, ട്രഡീഷൻ, ഇതൊക്കെയായിരുന്നു അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ മ്യൂസിയം എന്ന് പറയുന്നത് സാമുദ്രിക നേവൽ മറൈൻ മ്യൂസിയം ആയിരുന്നു. അവിടെ ഇതുപോലെ തന്നെ അഡൾട്ടിന് 50 രൂപയും ചിൽഡ്രൻസിന് 25 രൂപയായിരുന്നു. ഫോറിനേഴ്സ് ഇതുപോലെ 150 രൂപയായിരിക്കും. അപ്പോൾ അവിടെ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് തിമിംഗലത്തിൻ്റെ സ്കെലറ്റൺ ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര അടിപൊളിയായിട്ട് അവരവിടെ ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നിറയെ അക്വേറിയംസ്, അതുപോലെ തന്നെ നേവി ഷിപ്സ്, കോറൽസ്, പേൾസ്, ഷെൽസ്, അതുപോലെ തന്നെ അവിടുത്തെ ആളുകളുടെ ഒരു ജീവിത രീതി, അവരുടെ ഹണ്ടിങ്, ഫുഡ് ഗ്യാതറിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ കൈകൊണ്ട് തന്നെ നിർമ്മിച്ച കുറേ ഐറ്റംസ് അവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കവിടെ ഷോപ്പിംഗ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. ലഞ്ച് കഴിച്ച് നേരെ നമ്മൾ പോയത് സെല്ലുലാർ ജയിലിലോട്ടായിരുന്നു ഗൈസ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ബീച്ച് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികം നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ ലഞ്ച് കഴിച്ച് സെല്ലുലാർ ജയിലിലോട്ട് പോയി. അപ്പോൾ ഒരു 2 മണിയോടുകൂടി ഞങ്ങൾ സെല്ലുലാർ ജയിലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ നമ്മൾ സെല്ലുലാർ ജയിലിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അവിടെ പാർപ്പിച്ചിരുന്ന തടവുകാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രിട്ടീഷുകാരുടെ ഓഫീസായിരുന്നു. അപ്പോൾ ഓഫീസിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക്, അതുപോലെ തന്നെ അവിടുത്തെ ജയിൽ പുള്ളികളെയൊക്കെ നമ്മൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫോട്ടോസൊക്കെ അവരവിടെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ രേഖകളൊക്കെ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഇതെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത്
നേരെ അവിടെ കുറേ പിക്ചേഴ്സ് ആളുകൾ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിക്ചേഴ്സ് എല്ലാം നമ്മൾ കണ്ടിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേസുകൾ, നേരെ കേസുകൾ അവിടെ നടന്നിട്ടുണ്ടല്ലോ, ആ കേസുകളുടെ റിപ്പോർട്ടുകളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അങ്കിളായിരുന്നു നമുക്ക് ഗൈഡായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഈ പിക്ചേഴ്സുകൾ നിറയെ നല്ല ഭംഗിയുള്ള പിക്ചേഴ്സുകൾ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ആരെ വരച്ചതെന്നും നമുക്കറിയില്ല, നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് വരാണ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ സെല്ലുലാർ ജയിലിൻ്റെ ചരിത്രം ആ ഒരു അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് കേൾക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതിൽ ഞാൻ കേട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് മുഴുവനായിട്ടൊന്നും അറിയില്ല. അതിൽ ആദ്യം തന്നെ പറയണത് സെല്ലുലാർ ജയിലിൽ പാർപ്പിച്ചിരുന്ന ആളുകളെന്ന് പറയണത് നമ്മുടെ ഇന്ത്യയിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് വി ഡി സവാർക്കറാണ്. അപ്പം അതിൽ ഇവിടെ ഒരു കാട് പിടിച്ച് കിടന്ന ഒരു ഇടമായിരുന്നു എന്നാണ് പറയുന്നത്. നിറയെ ആദിവാസികളും അവരുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ നടന്നിരുന്ന ഒരു ഇടത്തെ ബ്രിട്ടീഷുകാർ വന്ന് കാട് വെട്ടി തെളിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പ്രദേശമായി മാറ്റിയെടുത്തു. പക്ഷേ തടവുകാരുടെ എണ്ണം കൂടി വന്നതനുസരിച്ച് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ജയിൽ എങ്ങനെയെങ്കിലും നിർമ്മിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജയിൽ നിർമ്മിച്ചു വന്നപ്പോൾ സാധനങ്ങളൊക്കെ വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് തന്നെ ഈ സാധനങ്ങളൊക്കെ അവർ വരുത്തിയത് ബർമയിൽ നിന്നായിരുന്നു. ഈ ജയിലിന് ആവശ്യമുള്ള തടികൾ, എല്ലാ സാമഗ്രികൾ എല്ലാം വന്നത് ബർമയിൽ നിന്നായിരുന്നു. പിന്നെ നീറ്റുകൾക്ക് ഉപയോഗിച്ചിട്ടും അവർ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ അവർ ജയിലിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ജയിലിന് ടോട്ടലായിട്ട് 7 വശങ്ങളാണുള്ളത്. ലൈക്ക് സ്റ്റാർ ഫിഷിൻ്റെ കൈകൾ പോലെയാണ് ഈ ഒരു ജയിൽ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ 3 നിലകളായിട്ടാണ് ഈ ഒരു ജയിൽ പണിതിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 7 വശങ്ങളിലും 3 നിലകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു 7 നിലകൾ കാണാൻ പറ്റില്ല. നമുക്കൊരു 7 വശങ്ങളും ഇല്ല, ഒരു 3 വശങ്ങളാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. ബാക്കി ഏതോ ഒരു ഡിസാസ്റ്ററിൽ അത് നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ നിലയിലും അല്ലെങ്കിൽ എല്ലാ ഇടത്തിലും ഒരേപോലെ ആയിരുന്നില്ല റൂമുകളുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു വശത്ത് 78 റൂമാണെങ്കിൽ അടുത്ത വശത്ത് ഒരു 60 റൂം, പിന്നത്തെ മൂന്നാമത്തെ വശത്ത് ഒരു 156 റൂം, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു വശങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ് റൂമുകൾ ഉണ്ടായിരുന്നതെന്നാണ് അവൾ പറഞ്ഞത്. അതെ, ഇതാണ് ആ ഒരു 7 നിലയുള്ള 7 വശങ്ങളുള്ള സെല്ലുലാർ ജയിൽ. 7 വശങ്ങളും 3 നിലയും. അതുപോലെ തന്നെ ഓരോ വശത്തിലുള്ള ആളുകൾക്ക് മറ്റിടത്തിലുള്ള ആളുകളെ കാണാനോ സംസാരിക്കാനോ ഇടപെടാനോ ഒന്നും പറ്റില്ല. അവിടെ ഒരു കോണി വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണതും പണികളൊക്കെ ചെയ്യണതാണ് ആ ഒരു ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കഥ കേൾക്കാൻ ഭയങ്കര രസമാണ്. അത് കഥയല്ല, അത് ചരിത്രമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ ആളുകളെ തൂക്കിക്കൊള്ളണ രീതി, പിന്നെ അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻറ്റ്സ്, ഇതെല്ലാം നമ്മളെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരുന്നു പണിഷ്മെൻറ്റ് കൊടുത്തിരുന്നത്. 2 കൈയിലും ചങ്ങലയിടുക, 2 കാലും തലയും കൂടെ ചങ്ങലയിടുക. അപ്പോൾ അവർക്ക് റെസ്റ്റ് റൂമിൽ പോകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു അവരുടെ ജയിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ജയിലിലാണ് അവർ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കാലാപാനി സിനിമയിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെയായിരുന്നു ആളുകൾ കിടന്നിട്ടുണ്ടായിരുന്നത്. അവർ നിറയധികം പണിഷ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, രാത്രിയെന്നില്ല പകലെന്നില്ല എല്ലാ നേരത്തും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നു. അത് ശരിക്കും നമ്മളത് ഫീൽ ചെയ്ത പോലെ നമുക്ക് തോന്നുമായിരുന്നു, അത്രയും നമുക്കത് ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനത്തെ ഒരു ഇതോടുകൂടി നമ്മൾ ആ സെല്ലുലാർ ജയിലും അന്നത്തെ ദിവസം നമ്മുടെ അവസാനിക്കുകയാണ്. അപ്പോൾ വൺസ് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് സെല്ലുലാർ ജയിലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.